റഹീമിൻ്റെ മോചനം സാധ്യമായത് സൗദി അറേബ്യയിലെ നിയമം നൽകുന്ന വലിയ ഒരു കാരുണ്യത്തിൻ്റെ അംശമാണ്. കാരണം റഹീം 18 വർഷം ജയിലിൽ കിടക്കാനുള്ള ഒരു കാരണം ഈ വധിക്കപ്പെട്ട അനസിൻ്റെ സിസ്റ്റർമാർക്ക് പ്രായപൂർത്തി എത്തിയിരുന്നില്ല എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. കാരണം അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അനസിനെ വധശിക്ഷയിലേക്ക് സൗദിയിലെ നിയമം അനുസരിച്ച് പോവുകയുള്ളൂ. പിന്നെ റഹീമിന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, സൗദി അറേബ്യയിലെ നിയമപരമായിട്ട് റഹീം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൗദി അറേബ്യയിലെ നിയമം റഹീമിനെ എന്തുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനത്തിലൂടെ വിചാരണ ചെയ്തപ്പം റഹീം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒന്നുകിൽ റഹീമിന് 1 മാസത്തിൽ സംഭവിച്ച സൗദി അറേബ്യയുടെ നിയമപരമായ അജ്ഞത റഹീമിനെ സൗദിയൻ കോടതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാരണമായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവനും റഹീം യെസ് എന്ന് ഉത്തരം നൽകാൻ കാരണം എന്താണെന്നല്ലേ ഞാൻ ജുഡീഷ്യൽ ജഡ്ജ്മെന്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് റിയാദ് ദമാം ക്രിമിനൽ കോടതി ശിക്ഷിക്കപ്പെട്ട ഇത് അപ്പീൽ കോടതിയും അതുപോലെ സുപ്രീം കോടതിയൊക്കെ അത് എന്താക്കിയത് ശരിവെച്ചത്. നമ്മൾ ആദ്യം തന്നെ റിയാദ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്തൊരു നിലപാട്, റഹീമിനെ മോചിപ്പിക്കുക എന്നുള്ളത് സൗദി അറേബ്യ നമുക്ക് നൽകുന്ന ധ്യേയവുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടും, എന്നാൽ സൗദി അറേബ്യയുടെ നിയമപരമായ അവകാശങ്ങളും അവരുടെ വിചാരണ രീതികളും ഒക്കെ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും കൊണ്ടാണ് നമ്മൾ ഈ കമ്മിറ്റി ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുക. ഈ റഹീം നാട്ടിൽ എത്തുന്നത് വരെ ഈ ട്രസ്റ്റ് നിലനിർത്താനും അതിനുശേഷം കമ്മിറ്റി കൂടി ആലോചിച്ച് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനപരമായ തീരുമാനം. തുക എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ബാങ്കുമായി സംസാരിച്ച് 2 ദിവസത്തിനകം തന്നെ ഈ തുക കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നേരത്തെ RBIയുടെ കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ നടപടികൾ തുറന്നിട്ടുള്ളത്. എംബസി വഴിയാണ് പണം കൈമാറുന്നത്. നേരെ എംബസി വഴിയാണ്. അഷറഫ് വേങ്ങാട്, ഇതിൻ്റെ ഈ നാൾ വഴിക്ക് 18 കൊല്ലം ഇതിന് ചുക്കാൻ പിടിച്ച് നമ്മുടെ ഈ സംവിധാനത്തിന് ലീഡ് ചെയ്തത് നമ്മുടെ സൗദി KMCCയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയ അഷറഫ് സാഹിബാണ്. ഇന്ന് നമ്മുടെ ഈ സമിതിയുമായിട്ട് ഞങ്ങൾ കൂടിയിരുന്നിട്ടെടുത്ത തീരുമാനവും ഇതിൻ്റെ ഭാവി കാര്യങ്ങളും എന്തെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അഷറഫ് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടികളെന്ന് പറയുന്നത്, ബാങ്കിൽ നിന്ന് നമുക്ക് MEAയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം അവിടെ നിന്നാണ് ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അവിടുന്ന് ഇന്ത്യൻ എംബസി പിന്നീട് കോടതി മുഖേന ഈ കുടുംബം സൗദി കുടുംബം ഓപ്പണാക്കുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സമയപരിധി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ അവിടെ ഇതിൻ്റെ ഭാഗമായി അവധിയാണ്. ഈ വരുന്ന അടുത്ത ഞായറാഴ്ച വരെ അവധി ഉണ്ടാകും. അതിനുശേഷമാണ് കോടതിയൊക്കെ ആരംഭിക്കുക. അപ്പോൾ കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഒരു കാലതാമസമാണ് നമ്മുടെ മുന്നിലുണ്ടാവുക. പിന്നെ ഇവിടെ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാവകാശം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിയുന്നതും ഈ 2-3 അതായത് തിങ്കളാഴ്ചയാണ് ഇന്ന് ബാങ്കിൻ്റെ വർക്കിംഗ് ഡേ. അത് കഴിഞ്ഞൊരു 2-3 ദിവസം കൊണ്ട് തന്നെ ആ ആഴ്ചയിൽ തന്നെ ഫണ്ട് ഇവിടെ നിന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റും. അവിടെ പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ എംബസിയിലേക്ക് അത് മാറ്റാനുള്ള സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ ഇന്ത്യൻ എംബസി ഇതുപോലുള്ള 1-2 കേസുകൾ 1-2 ഇന്ത്യക്കാരായ ആളുകളുടെ പേരിലുണ്ടായിരുന്ന ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തതുകൊണ്ട് ആ വഴി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. അത് ഉപയോഗപ്പെടുത്തി വളരെ വേഗത്തിൽ തന്നെ ഫണ്ട് ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.